നീ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട. ഞാൻ ഏതായാലും ഇന്ന് എന്നെ മാട്രിമോണിയിൽ കൊടുക്കും. അമ്മയ്ക്ക് എന്ത്? അമ്മ പറഞ്ഞിട്ട് തോന്നുന്നു കല്യാണം കഴിക്കണാണ് ലോകത്ത് മഹാകാര്യമെന്ന്. പിന്നെന്താ അമ്മ അച്ഛന് രണ്ടു വഴിക്കായത്? നിങ്ങളുടെ ജീവിതം തമ്മിത്തല്ലും കണ്ട് വളർന്നിട്ടാണ് ഞാൻ നാട്ടിൽ പോലും വരാത്തത്. ഞാൻ ഈ കല്യാണം കഴിച്ച് നിങ്ങളെ പോലെ ആവണമായിരിക്കും. എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടാ? അമ്മയായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ എന്ത് പറഞ്ഞു? എങ്ങനെ പൈമാരി സെറ്റായാ നിനക്ക്? എന്നൊന്ന് മേടിക്കും കേട്ടോ. നമുക്കത് പോകണ്ടേ? പോണം. ആടി പിന്നെ വൈഫൈ ബില്ലടയ്ക്കാൻ ലാസ്റ്റ് ആയിട്ട് നാളെയാണേ. ഷെയർ ഇട്ടേക്കണം കേട്ടോ. ആ, ഞാൻ സാലറി ക്രെഡിറ്റ് ആകുമ്പോൾ ഇട്ടേക്കാം. ആ, ആരാ? നമ്മുടെ കീർത്തനെ. നമ്മുടെ കീർത്തനയാ? എനിക്കങ്ങോട്ട് പിടിക്കല്ലോ കേട്ടോ. അവളോട് വന്നപ്പോൾ ഒലിപ്പിരി ഞാൻ കണ്ടതോ. എടി അവള് വെറുതെ ചുമ്മാ ഒരു ഡൗട്ട് വായിക്കണം മെസ്സേജ്. ഏടാ, ഞാനും പണ്ടൊരു ഡൗട്ട് വെച്ചത് ഇപ്പം ഇവിടെ ഇരിക്കണത്. ശരി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിറ്റാണോ? ഒരു അരമണിക്കൂർ കേട്ടോ. എന്തുപറ്റി? എന്തുപറ്റി? പ്രൊഫസർ ചെയ്തൊരു അച്ഛൻ പറഞ്ഞു ഇയാൾ എന്താണ് കാണിക്കണേ? Hello, Arun. Good morning. ഗുഡ് മോർണിംഗ് സാർ. Why are you late? അല്ല അത് സാർ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. No. Today is 6. As per our agreement, you should give the rent on 5. Why late? അത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കാം. എടി നിന്റെ ഷെയറും കൂടെ ഞാൻ ഇടുന്നുണ്ടേ. Share? What share? Oh, ആര്യ ഭാര്യയാണെന്ന് മറന്നു അല്ലേ? ആ സാർ വന്നിട്ടുണ്ട്. I got it. Thank you. കുലിഞ്ഞു നോക്കണം. I am already late. എനിക്ക് കാർ കഴുകാൻ ടൈമായി. സാർ നല്ല മഴ വരുന്നുണ്ട്. So what? ഒന്നിനും വേണ്ടി എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മാറ്റാറില്ല. You got it? യെസ്. You've arrived at your destination. സ്വന്തം വീട്ടോട് മാപ്പ് ഇട്ട് പറഞ്ഞ എന്തോന്നാ ഇയാള്? നീ ലേറ്റായി പോ. പരിമളം, I am back home. ഇയാളെ ഭാര്യയും വീടും തന്നെയായിരുന്നു. ഓക്കെ അല്ലേ? എടാ, ആ ലാസ്റ്റ് ടൈം ചെയ്ത ഡീറ്റെയിൽ തെറാപ്പി എന്തായാലും കൊള്ളാം. ഓഫീസിൽ എല്ലാവരും ഫേസിന്റെ ഗ്ലോ നോട്ടീസ് ചെയ്തു. സ്കിന്നും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അല്ല, അരുണിന്റെ ബാക്ക് പെയിൻ ഒക്കെ ഫുള്ളായിട്ട് കുറഞ്ഞോ? ഇന്നെന്താ പുള്ളിക്കാരനെ കാണാത്തെ? ഇന്ന് സൺഡേ അല്ലേ, ആള് നല്ല പാർട്ടി മോഡലായിരിക്കും. പിന്നെന്താ സ്പൈൻ കെയർ തെറാപ്പി ചെയ്ത ശേഷം ബാക്ക് പെയിൻ നല്ല കുറവുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, ആൾ ഇതൊക്കെ ചെയ്തിട്ട് ഓഫീസിൽ കയറിയ പിന്നെ സീറ്റിൽ നിന്ന് എഴുന്നേക്കുന്ന പരിപാടിയില്ല. പറഞ്ഞു ഞാൻ മടുത്തു. ആഹാ, ഹെൽത്തി ആവണോന്ന് പറഞ്ഞിട്ട് പാർട്ടിയാ അല്ലേ? നമ്മുടെ ന്യൂട്രീഷനിസ്റ്റ് കേൾക്കണ്ട. അല്ല, ലാസ്റ്റ് ടൈം ഇനി തൊട്ട് പക്ക ഡയറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. നല്ല ആളാ. എന്തായാലും ഞാൻ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. എടാ, പിന്നെ എനിക്കിപ്പോൾ ഓഫീസിൽ അപ്രൈസൽ ടൈമാണ്. ഈ ബോസിന്റെ പ്രഷറും കൊളീഗ്സിന്റെ പാരവെപ്പും എല്ലാം കൂടെ സ്ട്രെസ്സറി പണ്ടാരടങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഉറക്കം പോലും ഇല്ല. ഈ സ്ട്രെസ്സൊക്കെ മറ്റെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? മാമിന് കൗൺസിലിംഗ് സർവീസസ് വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അല്ല, ഒരു ഇൻസ്റ്റന്റ് റിലീഫ് ആൻഡ് റിലാക്സേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്ലോട്ടേഷൻ പൗഡർ ട്രൈ ചെയ്യാം. അതെന്താ മാം? ഇത് എപ്സം സോൾട്ട് ഇൻഫ്യൂസ് ചെയ്ത വെള്ളമാണ്. നമ്മളിതിൽ കിടന്നു കഴിയുമ്പോഴത്തേക്കും ഈ പോഡ് അങ്ങ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞൊരു 50 to 90 minutes യു ആർ ഫ്ലോട്ടിങ്. ആ സമയത്ത് നമ്മുടെ കോർട്ടിസോൾ ലെവൽ ഡ്രോപ്പ് ആയി, മൈൻഡ് ഫുൾ ക്ലിയർ ആയി, ബോഡി നല്ലൊരു റിലാക്സേഷൻ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും. ഇതാ അവതാർ സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഐറ്റാണല്ലോ.
സ്കിൻ റിജവനേഷനും മസിൽ റിക്കവറിക്കും നല്ല സ്ലീപ്പ് കിട്ടാനും ഈ ഫ്ലോട്ടേഷൻ പോഡ് ബെസ്റ്റാണ്. എങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. ഷുവർ. പിന്നെ ഈ പോഡ് നോ ലൈറ്റ് നോ സൗണ്ട് സീറോ ഗ്രാവിറ്റിയിലാണ്. മാം. ഹലോ അമ്മ. ശശികല ചാർത്തിയ ദീപാവലയം തനനും തനനും തൻ നിശയുടെ വർണ്ണാഭരണാഭരണം തനനും തനനും തൻ ബേബി. ചേട്ടാ എന്റെ അമ്മ അങ്ങോട്ട് പറഞ്ഞുണ്ടെന്ന്. നീ വേറെ പറഞ്ഞോട്. ഹലോ കട്ട് ചെയ്ത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യേ? ഈ തള്ളക്ക് വരങ്ങണ. അയ്യോ ചേട്ടാ ഒന്ന് വേഗം പോണേ. ഹലോ എന്തോ ചേട്ടാ? നിന്റെ അമ്മ അവിടെ കയറി വന്നിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് ബാഗിലോട്ടല്ലോ മാറ്റി എടുത്ത്. ആ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. മക്കളെ ഞാൻ വീടെത്തി. അമ്മ ഞാൻ വന്നോണ്ടിരിക്കുക. ഹലോ ഹലോ എന്തിടി കേക്കണില്ലേ? ഹലോ അമ്മ. അമ്മ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവിടെ ഇപ്പൊ റേഞ്ച് കിട്ടൂല. അമ്മ ബാക്കിൽ പോ. ആ ഞാൻ പോവാ. എത്തിയാ? ആ എത്തി. എടി ഫ്രണ്ടിൽ ഒരു ബൈക്ക് ഉണ്ടല്ലോ, അതാരുടെയാ? അതമ്മ ഹൗസ് ഓണറിന്റെ ബൈക്ക്. ഹൗസ് ഓണറുടെയാ? യെസ്, ഐ ആം ദ ഹൗസ് ഓണർ. ഹു ആർ യു? എടി ഞാൻ ഇപ്പൊ വിളിക്കാവേ. ഹലോ അമ്മ. ഞാനേ ആര്യയുടെ അമ്മയാ. ആര്യയുടെ അമ്മ ഇവിടെ ആരെ കാണാൻ വന്നതാ? ആര്യയെ കാണാൻ. എന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നത്? കീ ഇല്ല. കീ ഇവിടെ നിന്ന് ആ 7ാമത്തെ ചട്ടിയിലുണ്ട്. They are very brilliant, but not up to me. ഈ ചട്ടിയല്ലേ? Yes. താക്കോല് കിട്ടി. അയ്യോ ബാഗ് എടുക്കാൻ മറന്നു. അരുൺ, യു വെയർ ഇൻസൈഡ്. ആര്യയുടെ മദർ വന്നു, കണ്ടായിരുന്നോ? കണ്ടു. വൈ ഷുഡ് ഐ? ദിസ് ഈസ് മൈ ഹൗസ്. വൈ ഷുഡ് ഐ സൈലന്റ്? സാറേ 12:30 സാറിന് അനാക്കൊണ്ടാക്കി ഫുഡ് കൊടുക്കണ്ടേ? Man, it's not anaconda, it's ball python. But thanks for reminding. പരിമളം, 2 വെള്ളരി എടുത്ത് വെച്ചേക്കൂ. ആരാ? ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ആര്യമ്മയുടെ ഇവിടെ തരാൻ പറഞ്ഞു. ഡെലിവറി ബോയ്ക്ക് യൂണിഫോം ഒന്നും വേണ്ടേ? അത് ബർത്ത്ഡേ ഒന്ന് കളർ ഡ്രസ് ഇട്ടാൽ മതി എന്നാണ് കമ്പനി പോളിസി. അരുൺ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക്സ്. റെഗുലർ കസ്റ്റമറാ. താങ്ക് യു മാഡം. എന്ന് പോകുന്നു എല്ലാം പറഞ്ഞ ഒരു പിടിയില്ല. വേണ്ട, ഇന്ന് ഒരു ദിവസം ഞാൻ ജയറാമിൻ്റെ വീട്ടിയിരിക്കും. ഇന്ന് ഒരു ദിവസം മാത്രം. അതിന് മുമ്പ് എങ്ങനെ പറഞ്ഞു വിട്ടോളാം. നീ വല്ലതും കഴിച്ചോ? കഴിച്ചോണ്ടിരുന്നപ്പോലെ ജാറി വന്നു. പന്നക്കട
ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടേടി. രാവിലെ എഴുന്നിട്ട് പോകണയിടയ്ക്ക് എവിടെ അമ്മ സമയം? എടീ, ആ റൈറ്റ് സൈഡിലെ റൂം എന്താ പൂട്ടി കിടക്കണേ? അതമ്മ ഓണറിന്റെ സാധനങ്ങൾ അവിടെ കിടക്കണം. അമ്മയ്ക്ക് ഞാൻ മുകളിലത്തെ റൂം സെറ്റ് ചെയ്ത് തരാം, അമ്മ അവിടെ പോയി കിടന്നോ. നീ അപ്പൊ എവിടെയാണ് കിടക്കണേ? അമ്മ ഷീലാൻഡ് വിളിക്കാറില്ലേ? അവള് മോളുടെ കൂടെ ഡൽഹിയിലല്ലേ, എന്നെ അങ്ങോട്ട് വിളിച്ചിരിക്കുക. അമ്മ എനിക്ക് പോയി കിടന്നോ, നാളെ രാവിലെ എണീക്കേണ്ടേ അല്ലേ? പൊക്ക. അമ്മ മോളിലെ തരയില്ലേ, നിന്ന് നിപ്പ് ഇറങ്ങിപ്പോ ഡ്രസ്സൊന്നും നാറിയിട്ട് പാടില്ല. ചേറാൻ വേണ്ടി ആരൊക്കെ കയറി വന്നിട്ടുണ്ട്, ഇന്നിനി ഇവിടെ കിടക്കാൻ പറ്റൂല. അമ്മ അയാളെ വെളുപ്പിനെ പോകുന്നില്ല നീ പറഞ്ഞത്. ഞാൻ ഇവിടെ എവിടെ കിടന്നോളാം. അപ്പൂപ്പാണോ പുല്ലേ? ആ പ്രാന്തേരി ചാടി അപ്പൂപ്പനെ തപ്പി പറഞ്ഞെ കൊണ്ട് തുറടി. അമ്മ അമ്മ പോയാ? മക്കളെ, മക്കളെ, എനിക്കൊരു ഊബർ ബുക്ക് ചെയ്തേ. ഈ സമയത്ത് ഇവിടെ ഊബറൊന്നും കിട്ടൂല, ഞാൻ ഉണ്ടാക്കാം. വാ. ഡെലിവറിക്ക് വന്നതാ. അപ്പൊ ഇതാണല്ലേടി എന്നെ വെളുപ്പം കാലത്ത് പറഞ്ഞു വിടാനുള്ള ധൃതി. അമ്മ ഞാൻ അങ്ങനെയല്ല. മിണ്ടിപ്പോരുത്. അപ്പൊ ചുമ്മാ അല്ല, കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞ് നാട്ടിൽ വരാതിരിക്കണം അതല്ലേ? ഇനിയും നിന്നെ ഇങ്ങനെ വിട്ടാ പറ്റൂല, ഉടനെ തന്നെ കല്യാണം നടത്തണം. അമ്മ എനിക്ക് പെട്ടെന്ന് ഇതിന്ന് മാറി വേറെ കല്യാണമൊന്നും പറ്റൂല, ഒന്ന് മനസ്സിലാക്കമ്മ. വേറെ അതിന് ആരെ കെട്ടാൻ പറഞ്ഞേ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവൻ തന്നെ മതി. എനിക്കിതിൽ ഒരു എതിർപ്പും ഇല്ല. അല്ലമ്മ, ഞാൻ അങ്ങനെയൊന്നും അല്ല. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടടാ? അച്ഛനമ്മാനിയൻ. ഇന്നലെ ഈ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറ. ഇനിയും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റൂല. ചേച്ചി, ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇവ ആരടി? അമ്മക്ക് എന്തമ്മാ? നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി, OTP. നല്ല ചെറുക്ക. ആൻറ്റി, ആരുടെ? എന്തായി? വീട്ടിൽ സംസാരിച്ചോ? ഞാൻ സംസാരിച്ചു, പക്ഷെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, 2 മാസം സമയം ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് റെഡിയാക്കാം. ഞാൻ വിളിച്ച് സംസാരിക്കണോ? ഇല്ല, വേണ്ട, ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ വിളിക്കാം. ഇത്ര നേരത്തെ എവിടെ പോണോ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴാണ് മെസ്സേജ് വന്നത്.
ഇത്ര നേരം എവിടെയായിരുന്നു? നീ കുറെ തവണ വിളിച്ച്. ഫോൺ സൈലന്റ് ആയിരുന്നു. എടാ അമ്മ വിളിച്ചിരുന്നു, നിന്റെ വീട്ടിൽ നിന്ന് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മ വിളിച്ചപ്പോ നീ പറഞ്ഞെന്നാണല്ലോ പറഞ്ഞ. ഹലോ, ഞാൻ മാക്സിമം ഒരു മണിക്കൂർ അതിനകത്ത്. എടാ നീ രാത്രി എവിടെ പോകുന്നു? ഇതെന്തിനാ ഇപ്പൊ പാക്ക് ചെയ്യുന്നത്? കാര്യം ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്യാം. നമ്മളെ കീർത്തനയില്ലേ, അവളുടെ ഒരു സ്പേസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ട് മാറാം. അപ്പം നമ്മുടെ കാര്യം? നമ്മുടെ ഏത് കാര്യം? കല്യാണത്തിന്റെ കാര്യം. ആര്യ, നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ മാരേജ് റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല. നീയും അതൊക്കെ സമ്മതിച്ചിട്ടുള്ളതാണ്. എന്നിട്ടല്ലേ നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? എടാ അമ്മ എല്ലാം അറിഞ്ഞപ്പോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. നീ ഇപ്പൊ പോയ അമ്മയടുത്ത് ഞാൻ എന്തോ പറയും? നിന്റെ അമ്മയടുത്ത് ഞാൻ എന്താ പറയാൻ? അത് നിന്റെ കാര്യം, നീ പറ. എന്റെ കാര്യമോ? അപ്പൊ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച എന്നോട് നിനക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലേ? അതോ മറ്റൊക്കെ വേണ്ടി എന്നെ ഒഴിവാക്കിയാണോ? നീ എൻ്റെ ഭാര്യയൊന്നുമല്ല, അതുകൊണ്ട് ഇമ്മാതിരിയുള്ള ചോദ്യം ചെയ്യലൊന്നും വേണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും, ചിലപ്പോൾ അവരുടെ കൂടെ പോയി താമസിക്കും. വെറുതെ എൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടരുത്. എടാ നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ ഇടയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. നമ്മൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കുന്നു. ഇനി അങ്ങോട്ട് ഒരു കല്യാണം കഴിച്ച് ഇതുപോലെ ജീവിച്ചാൽ എന്താ പ്രശ്നം? ഈ ചോദ്യങ്ങൾ ഇത് തന്നെയാണ് പ്രശ്നം. കല്യാണത്തിന് മുന്നേ എങ്ങനെയാണെങ്കിൽ നീ പിന്നീട് എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല എന്ന്. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ റിലേഷൻ എനിക്ക് മടുത്തു തുടങ്ങി. കാര്യം ഞാനായിട്ട് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാണോ നീ അവരെ എവിടെ കയറി താമസിപ്പിച്ചത്? എടാ നിനക്കപ്പൊ എന്നെ വേണ്ടേ? നീ ഇപ്പൊ പോയ എനിക്കൂടെ ഒറ്റയ്ക്ക് പറ്റൂല. ഞാൻ പോയ എന്ത്? നീ വേറെ ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണം. പിന്നെ ഞാനിപ്പം നിന്നെ പെരുവഴിയിലാക്കിയിട്ടൊന്നുമല്ല പോകുന്നത്. ഈ മാസത്തെ വാടകയുടെ ഷെയർ എൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് 3 മാസത്തെ എമൗണ്ട് കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരാം. പിന്നെ ഞാനും കൂടെ ഷെയർ ഇട്ട് വാങ്ങിച്ച ഇവിടുത്തെ അക്സസറീസോ ഫർണിച്ചറോ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അതൊക്കെ നിനക്ക് യൂസ് ചെയ്യാം. ഇത്രയൊക്കെ എനിക്ക് പറ്റും. ബാക്കി നീ എന്താ ചേച്ചി? ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരുപാട് ലിവിങ് ടുഗെദർ കപ്പിൾസ് നമ്മുടെ നാട്ടിലുണ്ട്. കല്യാണം എന്ന കൺസെപ്റ്റിനോടുള്ള പേടിയും അതിനോടൊപ്പം വരുന്ന പല റെസ്ട്രിക്ഷൻസും റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാനുള്ള മനസ്സില്ലാത്തതാണ് ഇന്ന് പല ന്യൂ ഏജ് ആൾക്കാരെയും ലിവിങ് ടുഗെദറിലേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ ഒരു ട്രയൽ ബേസിസിൽ 2 വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിച്ച് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് റിലേഷൻഷിപ്പ് വർക്കാവുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനും അല്ല എങ്കിൽ ഏത് സമയവും അത് വേണ്ടെന്ന് വയ്ക്കാനും അവർക്ക് സാധിക്കും. ഇവിടെ വിവാഹത്തിലെ പോലെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇടപെടുകയോ ദിവസം എന്ന നൂലാമാലയിലൂടെ ഒക്കെ കടന്നു പോകേണ്ട ഒരു ആവശ്യമില്ല. ഈ അഡ്വാൻറ്റേജ് തന്നെയാണ് ലിവിങ് ടുഗെദറിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അതായത് ലിവിങ് ടുഗെദർ കപ്പിൾസിൽ ഈവൺ ഒരാൾക്ക് റിലേഷൻഷിപ്പ് ബോറടിച്ചാലോ അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലോ പെട്ടെന്നൊരു ദിവസം ഗുഡ് ബൈ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 100% കമ്മിറ്റ്മെൻറ്റും മ്യൂച്വൽ റെസ്പെക്റ്റുമാണ്. അത് 2 വ്യക്തികൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കല്യാണം ആയാലും ലിവിങ് ടുഗെദർ ആയാലും ആ ബന്ധം സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി നേരെ മറിച്ച് ലിവിങ് ടുഗെദർ അല്ലേ, അതുകൊണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റേ ആവശ്യമില്ലെന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം റിലേഷൻഷിപ്പുകൾ തകരുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നതാണ്. താങ്ക് യു. ലിവിങ് ടുഗെദർ എന്ന കൺസെപ്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യും. ലിവിങ് ടുഗെദറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിലുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റി കൂടി പുതിയ തലമുറ മനസ്സിലാക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന ഹീലിംഗ് സ്വാൻ, soothe your soul.